ഏത് സൽക്കാരങ്ങളായാലും ഏത് പരിപാടികളായാലും ഈ മുഖത്ത് ഈ ചായങ്ങൾ ഇങ്ങനെ തേച്ചു പിടിപ്പിക്കുകയാണ്. എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്? എന്താണ് അതിന്റെ പരിണിത ഫലം എന്താണ് എന്ന് നല്ല നല്ല വിവരമുള്ള ഡോക്ടർമാരോട് ചോദിച്ചു നോക്കണം. സൗന്ദര്യം ഉണ്ടാക്കാം, സൗന്ദര്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. ഒരുപക്ഷെ ആയുർവേദിക് പരമായിട്ടുള്ളതോ മറ്റോ മുഖത്ത് നമ്മൾ തേച്ചു ഉപയോഗിച്ചു എന്ന് വരാം. പക്ഷേ അങ്ങനെ തേക്കണ്ട എന്നോ ഉപയോഗിക്കണ്ട എന്നൊന്നും അതിനർത്ഥമില്ല. പക്ഷേ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങുകയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടായേ മതിയാകൂ. ആരെ കാണിക്കാനാണ് ചുണ്ട് ചുവപ്പിക്കുന്നത്? എന്തിനാണ് ഈ ചുണ്ടിങ്ങനെ ചുവപ്പിക്കുന്നത്? ആരെ കാണിക്കാനാണ്? ഓരോ നിമിഷവും ഹറാമാണേ ചെയ്യുന്നത്. അന്യരെ കാണിക്കാനാണ്, അന്യ പുരുഷന്മാരെ കാണിക്കാനാണ്. നിന്റെ സൗന്ദര്യം മറ്റുള്ളവര് കണ്ട് ആസ്വദിക്കണമെന്ന രൂപത്തിലാണ് നീ അത് ചെയ്യുന്നതെങ്കിലേ പെണ്ണെ, നീ ചെയ്യുന്ന സമയം മുഴുവനും ഹറാമാണ്. ഓരോ സെക്കൻഡുകളും നീ ഹറാമ് ചെയ്യുകയാണ്. അതല്ല, നിന്റെ ഭർത്താവിന്റെ മുന്നിൽ നിന്റെ സൗന്ദര്യം കാണിക്കുന്നതിന് വേണ്ടി ചെറിയ രൂപത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ നീ ഉപയോഗിച്ചു. നിന്റെ ഭർത്താവിന്റെ മുന്നിൽ നിനക്കൊന്ന് മൊഞ്ചാകണം, അങ്ങനെ നീ നല്ല വസ്ത്രങ്ങൾ ധരിച്ചു. നീ നിന്റെ മൊഞ്ച് കാണിക്കാൻ വേണ്ടി നീ നല്ല സൗന്ദര്യങ്ങൾ ഉണ്ടാകുന്ന നല്ല ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചു. എന്നാൽ ഒരുപക്ഷെ അത് തെറ്റായി കൊള്ളണമെന്നില്ല. പക്ഷേ നീ കാണിക്കുന്ന നിന്റെ ലക്ഷ്യം അന്യര് കാണണം, അന്യപുരുഷന്മാര് കാണണം, ഇന്നാലിന്ന കുടുംബങ്ങൾ കാണണം, നാട്ടുകാര് കാണണം, റീൽസിൽ എന്റെ ഭംഗി കാണണോ, ആ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നെ കണ്ട് ആസ്വദിക്കണമെന്നാണ് നീ ചിന്തിക്കുന്നതെങ്കിലേ പെണ്ണേ, നിന്റെ ഓരോ സെക്കൻഡുകളും ഹറാമാണ്. ആ ഹറാമിന് നീ കാരണമായാൽ, ആ ഹറാമും ചെയ്തു വെച്ചുകൊണ്ട് നീ മരണപ്പെട്ടു പോയാൽ നിന്റെ റീൽസ് ഇവിടെ എത്ര കാലം ഓടും? നീ ഇങ്ങനെ വിചാരിക്കും, മരണപ്പെട്ടിട്ട് നീ നാളെ ഒരു പക്ഷേ മരണപ്പെട്ടാൽ മരണത്തിന്റെ അന്ന് മരിച്ചിട്ടില്ലേ, മരണത്തിന്റെ അതേ കല്യാണത്തിന്റെ അന്ന് മരിച്ചിട്ടില്ലേ, കല്യാണത്തിന്റെ തലേന്ന് മരിച്ചിട്ടില്ലേ? അങ്ങനെ നിന്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് നീ അതാ നിന്റെ ശരീരത്തിൽ ഒരുപാട് മേക്കപ്പുകൾ ചെയ്ത് മറ്റുള്ളവരെന്നെ കണ്ട് ആസ്വദിക്കണമെന്ന രൂപത്തോടെ നീ ഒരു വീഡിയോ ഉണ്ടാക്കി. അതിന് 10,000-ങ്ങളും ലക്ഷങ്ങളും ചെലവഴിച്ച് അത് അന്യപുരുഷന്മാര് കാണുന്ന രൂപത്തില് നീ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഏത് സംവിധാനത്തിൽ നീ അപ്ലോഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം നീ അങ്ങ് മരണപ്പെട്ടു പോയാൽ നീ ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോ നിന്റെ മേക്കപ്പ് ചെയ്ത നിന്റെ ചുണ്ട് ചുവപ്പിച്ച മുഖമുണ്ടല്ലോ, ആ മുഖം എത്രയോ ആളുകൾ പിന്നെയും കാണുകയാണ്. അത് നീ ആ സമയം ഖബറിലാണ്, മുങ്കർ നക്കീറിന്റെ ചോദ്യത്തിലാണ്. എന്തായിരിക്കും ഖബറിലുള്ള ജീവിതമെന്ന് ചിന്തിക്കണേ പെണ്ണേ.